إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-മാഇദ 14-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഫബിമാ നഖ്ലിഹിം മീസാഖഹും, അവരുടെ ആ കരാറിനെ, ഉറപ്പിനെ ലംഘിച്ചത് നിമിത്തവും യഹൂദരെ കുറിച്ചാണ് പറയുന്നത്. ലഅന്നാഹും, അവരെ നാം ശപിച്ചു. ആ യഹൂദരെ അല്ലാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു. വജഅൽനാ ഖുലൂബഹും, അവരുടെ ഹൃദയത്തെ നാം ആക്കി ഖാസിയത്തൻ, കടുപ്പമുള്ളതാക്കി. കാരണം അവർ അല്ലാഹുവിനോട് ആ ചെയ്ത കരാറിനെ അവർ ലംഘിച്ചു കളഞ്ഞു. യുഹജ്ജിഫൂനൽ കലിമ അൻ മവാളി യുഹജ്ജിഫൂനൽ കലിമ, വാക്കുകളെ അവർ തെറ്റിച്ചു കളയുന്നു. അൻ മവാളി, അതിന്റെ സ്ഥാനത്തു നിന്നും വാക്കുകളിൽ അവർ മാറ്റം വരുത്തുന്നു. വനസു, അവർ മറഞ്ഞു. ഹല്ലൻ മിമ്മാ ദുഖുറു ബിഹി, ഹല്ലൻ ഓരോഹരി, മിമ്മാ ദുഖുറു ബിഹി, അതുകൊണ്ട് അവർക്ക് ഉത്ബോധനം നൽകിയിട്ടുണ്ട്, അവർക്ക് സതുപദേശം നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ഓരോഹരി അവർ മറന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ തൗറാത്തിന്റെ അധ്യാപനങ്ങളെ അവർ മറന്നുകളഞ്ഞു. വലാ തസാലു തത്തലിയു അലാ ഖായിനത്തിൻ, നബിയെ വലാ തസാലു തത്തലിയു, താങ്കൾ നോക്കിക്കൊണ്ടേയിരിക്കും. അലാ ഖായിനത്തിൻ മിൻഹും, അവരിൽ നിന്നുള്ള ചതിപ്രയോഗങ്ങൾ. യഹൂദർ വലിയ ചതിപ്രയോഗങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതാണ് അല്ലാഹു എടുത്തു പറയുന്നത്. ഇല്ലാ ഖലീലൻ മിൻഹും, അവരിൽ നിന്നും കുറച്ചു പേരൊഴികെയെന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലെയുള്ളവർ, അവരിൽ നിന്നും ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചിലർ, കുറഞ്ഞ പേരൊഴികെ. ഫഅഫു അൻഹും, അവർക്ക് നീ മാപ്പ് കൊടുക്കണം റസൂലേ എന്നാണ് പറയുന്നത്. പകരത്തിന് പകരം വീട്ടാൻ അതിന് അർഹതയുണ്ടെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കലാണ് ഉത്തമമായ സ്വഭാവം. അതുകൊണ്ട് റസൂലിനോട് പറയുകയാണ്, അവർക്ക് ആ ചതിപ്രയോഗത്തിന് മാപ്പ് നൽകണം. വസ്ഫഹു, അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളെ, സുകൃതവാന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുകൃതവാന്മാരുടെ കൂട്ടത്തിൽപ്പെടാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു. അതാണ് അതിന്റെ പൊരുൾ. അതുകൊണ്ട് അവർക്ക് മാപ്പ് നൽകണമെന്ന് ഉപദേശിക്കുന്നു. അഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.